ഹലോ ഗൈസ്, എല്ലാവർക്കും സ്റ്റോറി മാജിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഥ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാധവിക്കുട്ടി അല്ലെങ്കിൽ കമല സുരയ്യ അവരെഴുതിയ നെയ്പായസം എന്ന കഥയാണ്. ഈ നെയ്പായസം എന്ന കഥ നമ്മൾ 90s കിഡ്സിന് പലർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കഥയാണ്. കാരണം അത് ഞങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ മലയാളം ക്ലാസ്സിൽ അത് പഠിക്കുന്ന സമയത്ത് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് ഭയങ്കര ഭംഗിയായിട്ടായിരുന്നു. ഏത് ക്ലാസ് എന്ന് എക്സാക്ട് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്നെ പഠിപ്പിച്ച എല്ലാ മലയാളം ടീച്ചേഴ്സും വളരെ അടിപൊളിയായിട്ട് കഥകളും കവിതകളും ഒക്കെ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് ഇത് ഏത് ക്ലാസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കഥ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് എന്റെ അടുത്ത വീഡിയോ നെയ്പായസം എന്ന കഥയെ കുറിച്ചായിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. കഥ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഭാര്യ മരിച്ച ഒരു ഭർത്താവ് അവളുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കഥ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കുട്ടികൾ 3 കുഞ്ഞു മക്കളുണ്ട്. 3 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. അപ്പൊ ഈ 3 ആൺകുട്ടികളും ഇവര് 3 പേരും അമ്മയുടെ വിയോഗത്തെ അറിയുന്നില്ല, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി തന്നില്ല. അവര് വളരെ ഹാപ്പി ആയിട്ട് മുറ്റത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഭർത്താവ് അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേനും ആൾക്ക് അപ്പോഴാണ് ഭാര്യ ഇല്ലാത്ത ഒരു വിടവിനെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇനി എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചെറിയൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടാണ് അയാൾ അകത്തേക്ക് വന്നത്. അപ്പോ പെട്ടെന്ന്, അതായത് അയാൾ അകത്തേക്ക് കയറുന്നു. ഭാര്യ ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. വൈകിട്ടാകുമ്പോഴത്തേനും അപ്പൊ വിശക്കുന്നു പറഞ്ഞ മോൻ വരുമ്പോഴത്തേനും മകനോട് പറയും ഇതെല്ലാം തണുത്തിരിക്കുകയാണ്, ഇനി അവൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇനി ഇവർക്ക് കഴിക്കാൻ പറ്റില്ല, അത് കഴിക്കണ്ട, എന്തോ ഒരു സാധനം അയാളെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്, അത് മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പോ മകൻ പറയുന്നുണ്ട്, അച്ഛാ നെയ്പായസം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് കഴിക്കാന്ന് പറയും. അപ്പോ പെട്ടെന്നൊരു വീണ്ടും വിചാരത്തിൽ അയാൾ പറയുന്നുണ്ട്, ശരി, ഇനി അവൾ ഉണ്ടാക്കിയത് എന്റെ മക്കൾക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ, അവരത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ മകൻ വന്നിട്ട് അതിലൊരു പോർഷൻ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് അമ്മ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ശരി, ചെറിയൊരു കഥയാണ്. പറയുമ്പോ ഇത്രേ ഉള്ളൂ. അതായത് പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ കഥാകാരി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പോഴെന്നല്ല, ഏത് കാലത്തും തിരക്കുള്ള ഭർത്താവും ആ തിരക്കിനിടയിൽ അവര് ഭാര്യയ്ക്കൊപ്പം ചെലവഴിക്കാത്ത സമയങ്ങളും ഭാര്യ മരിച്ചതിന് ശേഷം അവര് റിയലൈസ് ചെയ്തിട്ട് ഒന്നും ഒന്ന് തിരുത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ. ആ ഒരു കാലത്താണ്, ആ കാലത്ത് ഒരു അവസരത്തിൽ ഒരു കഥയാണിത്. പക്ഷെ വളരെ രസകരമായിട്ട്, രസകരം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ വളരെ രസമുള്ള ഭാഷയിലാണ് മാധവിക്കുട്ടി എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എന്താണ് അവർ ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് 2-3 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയും ഭർത്താവും, ഭർത്താവിന്റെ തിരക്കിന് അനുസരിച്ച് ഒരു സാധാരണ പെൺകുട്ടിയാണ് മരിച്ചുപോയ ഭാര്യ എന്ന് പറയുന്നത്. ഒന്നിനെ കുറിച്ചും കൂടുതൽ ഡിമാൻഡ് ഇല്ലാത്ത, എന്നാൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഭർത്താവിനും മക്കൾക്കും വേണ്ടി ചെയ്യുന്ന, സ്വന്തം കാര്യങ്ങൾ മാറ്റിവെക്കുന്ന. അപ്പൊ അവൾ മരിച്ചത് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തില. ഭർത്താവ് അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ദിവസം അവൾ എങ്ങനെ ഒരു ചൂലിന്റെ അടുത്ത്, ഒരു വീട്ടിലൊരു വാതിൽക്കപ്പടിയിൽ ചൂലിന്റെ അടുത്ത് കിടന്ന് എങ്ങനെ മരിക്കുന്ന അയാൾ പ്രതീക്ഷിച്ചില്ലെന്ന്. അതെ, അങ്ങനെയാണ് ആരും പ്രതീക്ഷിക്കുന്നത്. മരണം എന്ന് പറയുന്നത് വളരെ വലിയ തിരിച്ചറിവാണ് ഒരുപാട് പേർക്ക് തരുന്നത്. അപ്പോ ഈ കഥ നമ്മളെ കാണിക്കുന്ന ഒരു വലിയൊരു കാര്യം, നമ്പർ 1, വെരി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ കൃത്യമായ പരിഗണന കൊടുക്കുന്നുണ്ടാവും ഒന്ന് ആലോചിക്കണം. കാരണം എന്താന്ന് വെച്ചാല്, ഇപ്പോ ആ കഥയിലെ ഭർത്താവിനെ പോലെ ഒരു കാലത്ത് മരിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റിലൂടെ അവരകന്നു പോയതിനു ശേഷമോ അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉള്ള കാലത്ത്, ഒരുമിച്ചുള്ള കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും അതേ, എന്താ പറയാ, ആ ഒരു കെയറും അതൊക്കെ തന്നെയാണ് ഭർത്താവ് ഭാര്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങുന്നതാവാം, വെറുതെ കട്ടിലിലോ അല്ലെ സോഫയിലോ ഇരുന്ന് സംസാരിക്കുന്നതാവാം. എന്തായാലും നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പരിഗണന കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചത് കൊടുക്കണം. കാരണം ഈ ടൈം നമുക്കിനി കിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളത് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഏത് രീതിയിലാണ് ആ പാർട്ട്ണർക്ക് അത് മനസ്സിലാകുന്നത്, നമ്മളൊരു സിനിമയിൽ കണ്ടതുപോലെ അവരുടെ ലവ് ലാംഗ്വേജ് അനുസരിച്ച് അത് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഉള്ള കാര്യം എന്താന്ന് വെച്ചാല്, കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാര്യയുമായിട്ട് ചെലവഴിക്കുന്ന സമയം മോശമാണെന്നോ അല്ലെങ്കിൽ അതിന് സമയമില്ലെന്ന് വിചാരിക്കുന്നവര്
മാസത്തിലോ ഒരു 2 മാസം കൂടുമ്പോൾ മിനിമം ഒരു ദിവസമെങ്കിലും അവർക്ക് വേണ്ടി കണ്ടെത്തണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുകൂടാതെ കുട്ടികളായാലും മുതിർന്നവരായാലും പരസ്പരം കൊടുക്കുന്ന ആ ടൈം, അത് തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലായത്. നെയ്പായസം എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു പോർഷനിലാണ് ഈ കഥ അവർ നിർത്തുന്നത്. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവൻ പറയുന്നത് അവൻ ഒരിക്കലും റിയലൈസ് ചെയ്യുന്നില്ല ഇനി അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആ ഒരു സ്ട്രഗിളില് എന്താ പറയാ, ആ ഒരു സ്ട്രഗിള് നമ്മുടെ നായകൻ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട്. അത് അത് എല്ലാ പുരുഷന്മാരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും, ഇനി ഈ അടുത്തെപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം ഒരു സമയം ചെലവഴിക്കണം. ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനൊപ്പം അവരാഗ്രഹിക്കുന്ന പോലെ ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്ക് ഇതൊന്നും ഒരിക്കലും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. കാരണം ലൈഫ് ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആണ്. നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെയുള്ള കാലത്ത് എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന സ്നേഹവും പരിഗണനയും കൃത്യമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തണം. കാരണം ഈ മാരേജ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഒരാളല്ല, രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോ നമ്മുടെ നായകന് പറ്റിയതുപോലെ ഒന്നും ഒരാൾക്കും ഇനി പറ്റാതിരിക്കട്ടെ. പിന്നെ ഈ കഥ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കഥയിൽ പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാര് നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം അവർക്ക് അറിയില്ല എന്താണ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാൻ അവളെ പരിഗണിക്കേണ്ടിയിരുന്നതെന്ന് അറിയില്ല. അപ്പൊ നിങ്ങൾ ഭാര്യമാരൊരു കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയണം, എനിക്ക് എന്റെ ലൈഫിൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങളെ സ്നേഹം വേണം, എനിക്ക് നിങ്ങളുടെ പരിഗണന വേണം, നിങ്ങൾ എന്നെ ഇങ്ങനെ ലാളിക്കണം, നിങ്ങൾ എന്നെ കൊഞ്ചിക്കണം, നിങ്ങൾ എന്നെ ഇന്ന രീതിയിൽ സ്നേഹിക്കണം, ഇതാണ് എന്റെ ലവ് ലാംഗ്വേജ് എന്ന് അതൊന്ന് കൺവേ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളൊന്ന് തിരിച്ചു വരണം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. കാരണം എല്ലാ ആണുങ്ങളും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ വായിക്കുന്ന അത്ര ദുഷ്ടന്മാരൊന്നുമില്ല. ദേ ആർ വെരി ഇന്നസെന്റ് പീപ്പിൾ ആൻഡ് ദേ ആർ വെരി പ്യുവർ സോൾ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എക്സിസ്റ്റൻസിനെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ, ചിലപ്പോൾ നിങ്ങളുടെ ആബ്സെൻസ് ആയിരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു ദിവസം ഒരു ഡേ ഓഫ് എടുത്തിട്ട് പോണം, അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ അടുത്തിരുന്ന് പറഞ്ഞു കൊടുക്കാം, കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാം. എല്ലാ കാലത്തും ക്ഷമ കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല, എങ്കിലും നമ്മളൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറ്. ഇനി ഭർത്താക്കന്മാരോട് എനിക്ക് ഭാര്യ നോക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആളുകൾക്കും വേറെ പല കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടേതായ ഒരു ടൈം, ക്വാളിറ്റി ടൈം എല്ലാം കണ്ടുപിടിച്ചിട്ട് ഒരു ദിവസം ഭാര്യയും മക്കളായിട്ട് പോകാം. ഇനി മക്കളില്ലാതെ പോകാം, നിങ്ങൾ മാത്രമായിട്ടൊരു യാത്ര പോവാം. യാത്ര ഒന്നും പോയില്ലെങ്കിലും ഒരു 1 അവർ ഡെയിലി ഒരുമിച്ചിരിക്കാൻ വേണ്ട, ഹാഫ് 1 അവർ ഡെയിലി ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസങ്ങളൊക്കെ സംസാരിച്ച് നല്ല ഭംഗിയുള്ള ഒരു ദിവസം ആക്കാൻ പറ്റും അതിനെ. അത് മാത്രമല്ല, ആ ഒരു ഡെയിലി എടുക്കുന്ന അരമണിക്കൂർ അല്ലെങ്കിൽ മാസത്തിലെടുക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ലൈഫിനെ എത്ര ബ്യൂട്ടിഫുൾ ആക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര മനോഹരമാക്കും നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കഥ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. ഇത് മാത്രമല്ല, മാധവിക്കുട്ടിയുടെ വായിച്ചിട്ടുള്ള ഒട്ടുമിക്ക കഥകളും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥകളാണ്. പുള്ളിക്കാരി എന്താ പറയാ, ഒരുപാട് വിവാദങ്ങൾക്ക് ഇടയിലൂടെ കടന്നു പോയത്. കാരണം മാധവിക്കുട്ടി എന്നുള്ള പേരിന് ശേഷം കമലാ സുരയ്യയായി. പിന്നെ അവരുടെ എഴുത്തുകളുടെ പ്രത്യേകതകൾ കൊണ്ട് അവർ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. അത് വിവാദങ്ങളായിരുന്നു കൂടുതലും. എങ്കിലും അവർ പറഞ്ഞു വെക്കുന്ന ആ കഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇനി വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും വായിക്കാത്തവരെല്ലാം ഈ കഥ ഒന്നുകൂടെ ഒന്ന് വായിക്കണം. ഇനി ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ടിപ്സ് ആയിട്ട് കൂട്ടിയാൽ മതി, ഒരു അഡ്വൈസ് ആയിട്ട് കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭാര്യയായാലും ഭർത്താവായാലും വാട്ടെവർ ലവ് ബോയ് ഫ്രണ്ട് ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങൾ കൊടുക്കേണ്ട സമയവും പരിഗണനയും കൃത്യമായി കൊടുക്കണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് കൂടിയാണ് ബ്യൂട്ടിഫുൾ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു കഥയായിട്ട് പുതിയ കുറെ കാര്യങ്ങളുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.